ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊന്ന് ഫ്രീ ഗ്രൂപ്പിൽ ടോട്ടൽ കിട്ടിയത് 4 ട്രേഡാണ്. പെയ്ഡ് ഗ്രൂപ്പിലും വേറെ ട്രേഡുകൾ കിട്ടിയിട്ടുണ്ട്. ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ട്രേഡ്സാണ് കിട്ടിയത്. നമുക്ക് ട്രേഡിങ് ഡീറ്റെയിൽസിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഫ്രീ ഗ്രൂപ്പിൽ കോമൺ ആയിട്ട് വരുത്തണ മിസ്റ്റേക്കാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ അങ്ങനത്തെ മിസ്റ്റേക്ക് വരുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസുകൾ തന്നെ ഉണ്ടാവുള്ളൂ ഡെയിലി. അതിൻ്റെ മുമ്പ് നിങ്ങളിൽ ആരെങ്കിലും ബിഗിനേഴ്സ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ വീഡിയോ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതിന് വേണ്ടി ഈ വീഡിയോയുടെ അടിയിൽ ട്രേഡറെന്ന് കമൻറ്റ് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കുക, പിന്നെ എൻ്റെ ടെലിഗ്രാമിൽ ജോയിൻ ആവുക, എനിക്ക് DM ചെയ്ത് ചോദിക്കുക. ഞാൻ ആ വീഡിയോ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ ബിഗിനേഴ്സിനുള്ള വീഡിയോ ആണ്. പ്രോപ്പറായിട്ട് ഒരു ബേസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ബിഗിനേഴ്സിന്, ട്രേഡിങ് പാഷനേറ്റാണ് നിങ്ങൾക്ക് തോന്നുന്ന ബിഗിനേഴ്സിനൊക്കെ ആ വീഡിയോ കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കാര്യത്തേക്ക് വരാം. 24,800 PE 24,800 PEയിൽ നമുക്ക് ഈ 3 ട്രേഡ്, ഇതിൽ 3 ട്രേഡ് ഉണ്ട്. ഒന്ന് ഇവിടെയാണ്, SL ആണ്. ഒരെണ്ണം 50 പോയിൻ്റാണ്, രണ്ടാമത്തെ 50 പോയിൻ്റാണ്. ഫുൾ ടാർഗറ്റ് വന്ന 2 ട്രേഡ്, ഒരു SL. അങ്ങനെയാണ് 24,800 PE വന്നതാണത്. അപ്പോൾ ഈ ട്രേഡ് പ്രോഫിറ്റ് ആയതിൻ്റെ ഡീറ്റെയിൽസ് അല്ല, നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ ഒപ്പം ട്രേഡ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ട്രേഡ് എടുക്കണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട റോൾ എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡിംഗ് വ്യൂ ആപ്പിൽ സ്ട്രൈക്ക് ചാർട്ടിൽ തന്നെ ഈ ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയണം. ഈ റെഡ് ലൈൻ കാണാണ്ടാവില്ല നിങ്ങൾക്ക്. ഈ റെഡ് ലൈൻ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റണം. പിന്നെ മൂന്നാമത്തെ മെയിൻ കാര്യമാണ് നമുക്ക് ടൈം വേണം. ടൈം ഉണ്ടായാലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ചാർട്ടിൽ കാണിച്ചു തരാം. ഞാൻ നമുക്ക് ഫസ്റ്റ് SL അവിടെ നിൽക്കട്ടെ. SL ഞാൻ രണ്ടാമത് പറയാം. ഫസ്റ്റ് നമുക്ക് ട്രേഡ് എങ്ങനെ എടുക്കാം, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളോട് നോക്കുക. ഞാൻ തന്ന ലെവലെന്ന് പറഞ്ഞാൽ നിങ്ങളോട് ശ്രദ്ധിക്കുക കേട്ടോ. 176.75 ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് 176.75 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ഈ ഹൊറിസോണ്ടൽ ലൈനാണ് അത് വരണത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു പ്രൈസാണ് നിങ്ങൾക്ക് ഫസ്റ്റ് തരിക. ഈ ക്യാൻഡിൽസൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്കിപ്പോൾ ക്യാൻഡിൽസൊക്കെ ആയി മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ലായിരിക്കും. നിങ്ങൾ പ്രീവിയസ്ലി ക്യാൻഡിൽസ് ആയിട്ടില്ല എന്ന് വിചാരിക്കുക. നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. അതായത് ഇവിടെ നമുക്കൊരു SL അടിച്ച് ക്യാൻഡിൽസ് ഇവിടെ ഫോം ആയിക്കൊണ്ടിരിക്കണുള്ളൂ, മനസ്സിലായില്ലേ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെന്ന് നോക്കി ക്യാൻഡിൽസ് ആയി വരണുള്ളൂ. അപ്പോഴേക്കും ഞാൻ നമുക്ക് തരും ഈ പറഞ്ഞ 178.20 എന്ന് പറഞ്ഞ പ്രൈസ് ഞാൻ നമുക്ക് തരും. അങ്ങനെ തരുന്ന നേരത്ത് നിങ്ങൾ ഫസ്റ്റ് ചിന്തിക്കേണ്ട കാര്യം, ഫസ്റ്റ് നിങ്ങൾ ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് വയ്ക്കുക. നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൽ തന്നെ വരച്ച് വയ്ക്കുക. ബ്രോക്കേഴ്സ് പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാൽ മാനിപ്പുലേഷൻസ് എല്ലാം ഉണ്ടാവും. ഈ ക്യാൻഡിൽസിൻ്റെ കളറാണ് പ്രശ്നം ബ്രോക്കേഴ്സ് പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്യാൻ പറയുന്നത്. ട്രേഡിംഗ് വ്യൂവിൻ്റെ സെറ്റിങ്സ് നമുക്ക് അതും കൂടി പറഞ്ഞിട്ട് പോകാം കേട്ടോ. ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് സെറ്റിങ്സ് കൂടി നോക്കി വയ്ക്കുക. ഇതാണ് ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് സെറ്റിങ്സ് വരിക. നിങ്ങൾ ഇങ്ങനെ തന്നെ അത് നോക്കി വയ്ക്കുക കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ചാർട്ട് സെറ്റിങ്സ്. അതൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂവിൽ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യുക. ഇനി ഞാൻ ഒരു വില തന്നു 176.75. ഇത് 176.75 ആണ് എൻട്രി. നമുക്ക് ക്യാൻഡിൽസ് ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. ഈ യെല്ലോ ലൈൻ കാണാൻ വരെ എത്തിയിട്ടുള്ളൂ. ക്യാൻഡിൽസ് വന്നിട്ടില്ലേ. അപ്പം അതിൻ്റെ മുമ്പേ ഞാൻ തന്നിട്ടുണ്ടാവും ഈ ലെവൽ. ആ ലെവലിൻ്റെ മുകളിൽ ഫസ്റ്റ് നമുക്ക് കിട്ടേണ്ടത് ഒരു ഗ്രീൻ ക്യാൻഡിലാണ്. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗ്രീൻ ക്യാൻഡിൽ കിട്ടണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ 9:34 ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ചാടി കയറി പോകാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഇല്ല. അവിടെ ജസ്റ്റ് ബയേഴ്സ് ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ആ പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ, മനസ്സിലായില്ലേ. പിന്നെയും നമുക്ക് കിട്ടിയത് ഒരു ഗ്രീൻ ക്യാൻഡിലാണ്. അപ്പോഴും ബയേഴ്സ് ട്രൈ ചെയ്യുന്നതാണ് പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ. നിങ്ങൾ ചാടി കയറി പോകേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോൾ ഇവിടെ ചാടി കയറി ഈ ഫസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ ലോസ് ചാടി കയറി നിങ്ങൾക്ക് അടുത്ത ഗ്രീൻ ക്യാൻഡിൽ പ്രോഫിറ്റ് വരും, ഇല്ല എന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുക്കുക. ഒരു 177 അല്ലെങ്കിൽ ചിലപ്പോൾ 179, 150 ആ റേഞ്ചിലാവും നിങ്ങൾ ട്രേഡ് എടുക്കുക. ഇത് പൈസകളുടെ വ്യത്യാസത്തിനാണ് നിങ്ങളുടെ SL പോവുക. നിങ്ങൾ കറക്റ്റ് SL ഉണ്ടാവും. ഞാൻ തരുന്ന SL 10 പോയിൻ്റാണ് നിങ്ങൾക്ക്. നിങ്ങൾ എവിടുത്തെ ട്രേഡ് എടുത്താലും 10 പോയിന്റ് SL ഇട്ടോന്ന് ഞാൻ പറയണത്. നിങ്ങൾ എങ്ങനെ ട്രേഡ് എടുത്താലും 10 പോയിന്റ് ഇടാൻ പറയണില്ല, മനസ്സിലായില്ലേ. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ എങ്ങനെ ട്രേഡ് എടുത്താലും 10 പോയിന്റ് അല്ല. ഞാൻ പറഞ്ഞ രീതിയിൽ പോയി കഴിഞ്ഞാൽ 10 പോയിൻ്റാണ്, അത്ര ഉള്ള കാര്യം. അപ്പോൾ അതാണ് പറയണത് കേട്ടോ. പിന്നെ നിങ്ങൾ മാക്സിമം വീഡിയോസ് കാണാൻ ശ്രമിക്കുക. വീഡിയോസ് കാണാണ്ടിയും എൻ്റെ വോയിസ് കേൾക്കാണ്ടൊന്നും, അതായത് ടെലിഗ്രാമിൽ ഞാൻ വോയിസ് കേൾക്കാണ്ടൊന്നും നിങ്ങൾക്ക് പ്രോഫിറ്റിക്കൊന്നും വരാൻ പറ്റില്ല. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഗ്രീൻ ക്യാനിൽ വന്നു, രണ്ടാമത് ഗ്രീൻ ക്യാനിൽ വന്നു.
പിന്നെ നമുക്ക് റെഡ് ക്യാൻഡിൽ വരണം. മൂന്നാമത് റെഡ് ക്യാൻഡിൽ വന്നു. റെഡ് ക്യാൻഡിൽ വന്നാൽ മാത്രം പോരാ, ഈ റെഡ് ക്യാൻഡിൻ്റെ ബോഡി നമുക്കറിയാലോ. ഈ ബോഡി എന്ന് പറഞ്ഞ സംഭവം ഇതാണ്. ഈ റെഡ് ക്യാൻഡിൻ്റെ മനസ്സിലായാലും ഇതാണ് ഇതിൻ്റെ ബോഡി വന്ന് കാണുന്നത്. ഈ റെഡ് ക്യാൻഡിൻ്റെ ഈ ബോഡി ക്ലോസ് ഞാൻ തന്ന പ്രൈസിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. ഇതെങ്ങനെ ക്ലോസ് ചെയ്താണ്? ഇതിൻ്റെ ബോഡി ക്ലോസ് അടിയിലേക്കാണ്. റെഡ് ക്യാൻഡിൻ്റെ ബോഡി ക്ലോസ് എപ്പോഴും അടിയിലേക്ക് വരിക. നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം 1 മിനിറ്റ് മാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ 1 മിനിറ്റ് തന്നെ യൂസ് ചെയ്യുക. 178.70 മുകളിലാണ് ഇതിൻ്റെ ബോഡി ക്ലോസ് വന്ന് കാണുന്നത്. അല്ല, 176.75 മുകളിലാണ്. 178 ബോഡി ക്ലോസ് വന്നാണ്. അപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അടുത്ത ക്യാൻഡിൽ ട്രേഡ് എടുക്കാം. അതെന്താ കാരണം എന്ന് വെച്ചാൽ 2 രൂപ വ്യത്യാസമുള്ളൂ. ഞാൻ എപ്പോഴും പറയാറ് 3 രൂപ വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് ട്രേഡ് എടുക്കാം. ഇത് മനസ്സിലാവാത്തവർക്ക് ഞാൻ എസ്എല്ലിക്ക് വരുമ്പോൾ മനസ്സിലാക്കട്ടോ. ഈ ട്രേഡിലേക്ക് ഞാൻ വരും, അപ്പോൾ നമുക്കത് മനസ്സിലാവുന്ന കാര്യം പറയണം. അപ്പോൾ നമുക്ക് 2 രൂപ വ്യത്യാസം നമുക്ക് ഈ ട്രേഡ് കിട്ടണത്. അപ്പോൾ നമുക്ക് ആ ട്രേഡ് എടുക്കാൻ പറ്റും. ഇനി ഇൻ കേസ് നിങ്ങൾ ലിമിറ്റ് ഓർഡർ, അതായത് 176.75 എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഓർഡർ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പോസിബിളാണ് ഈ ട്രേഡിൽ. അതായത് നമുക്ക് ഇവിടെ ബൈയേഴ്സ് ലോസ് ചെയ്തു, 2 ബൈയേഴ്സ് ലോസ് ചെയ്ത് നിർബന്ധമില്ല കേട്ടോ. ഒരു ബൈയേഴ്സ് ക്യാനിൽ ലോസ് ചെയ്തു, അടുത്ത റെഡ് ക്യാനിൽ വന്നാലും ശരി, നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ബൈയേഴ്സ് ക്യാനിൽ ലോസ് ചെയ്ത് 5 ബൈയേഴ്സ് ക്യാനിൽ കഴിഞ്ഞിട്ടാണ് റെഡ് ക്യാനിൽ വരുന്നത് വെച്ചാലും അപ്പോഴും ട്രേഡ് ആക്ടിവേറ്റ് ആണ്. മെയിനായിട്ട് ചിന്തിക്കുന്ന കാര്യം നമുക്ക് റെഡ് ക്യാനിൽ വരണം, ബോഡി ക്ലോസ് ഞാൻ പറഞ്ഞ അതിൻ്റെ മുകളിൽ കിട്ടണം. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ചാടിക്കറി ട്രേഡ് എടുക്കാന്നല്ല, അത് ഞാൻ തരുന്ന പ്രൈസ് ഉണ്ടാകും. നിങ്ങൾക്ക് ബൈ ചെയ്തോളാൻ ഞാൻ പറയണ ടെലിഗ്രാമിൽ തരുന്ന പ്രൈസ്, അതാണ് നിങ്ങളുടെ മെയിൻ പ്രൈസ്. മനസ്സിലായില്ലേ? അവിടെയാണ് നിങ്ങൾ ബൈ ചെയ്യേണ്ടത്. അത് ചേഞ്ചിങ് ഇല്ല, ആ പ്രൈസിലാണ് നിങ്ങൾ ബൈ ചെയ്യേണ്ടത്. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് ട്രേഡ് കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഒരു 3 രൂപ മുകളിൽ എടുത്താലും പ്രശ്നമില്ല എന്ന് പറയണത്. ഇപ്പോൾ 100 രൂപ ഞാൻ തന്നേന്ന് 103 നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ട്രേഡ് കയ്യിൽ നിന്ന് പോകണ്ടെന്ന് വെച്ചിട്ടാണ് പറയണത്. നിങ്ങൾക്കിപ്പോൾ 100 രൂപ എന്ന ട്രേഡ്, ഇപ്പോൾ ഇത് പറയാം കേട്ടോ, 176.75 ആക്ടിവേറ്റ് ആയ ട്രേഡാണ്. നിങ്ങളൊരു 10 രൂപ മുകളിൽ നിന്ന് എടുത്തു, 186.75. ഈ 186.75 നിങ്ങൾ 10 രൂപ മുകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ക്യാൻഡിൽ അടിയിലേക്ക് വരും. നിങ്ങൾ കണ്ടില്ലേ ഇവിടെ SL പോയിട്ടില്ലേ? നിങ്ങൾ കറക്റ്റ് ലിമിറ്റിന് എടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം 10 പോയിന്റ് SL, ആ 10 പോയിന്റ് SL കറക്റ്റ് പോയിട്ടില്ലേ? നിങ്ങൾ കറക്റ്റ് ലിമിറ്റിൽ നിന്ന് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ്സ് വ്യത്യാസത്തിന്, അതായത് പൈസകളുടെ വ്യത്യാസത്തിന് നിങ്ങൾക്ക് SL പ്രൊട്ടക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ. നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾ 10 പോയിന്റും 15 പോയിന്റും മുകളിൽ നിന്ന് എടുത്തിട്ട് SL അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴും SL ഇടണ ഈ 10 പോയിന്റാണ്. അതാണ് രസം എടുത്തത്. എനിക്ക് മനസ്സിലായ സംഭവം അതാണ് കേട്ടോ. നമ്മൾ പറയണ പോയിന്റ് 10 പോയിന്റാണ്. അപ്പോൾ ഏത് പ്രൈസിലും 10 പോയിന്റ് ഇടാന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ അത് വേണ്ട, അത് നടക്കില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ കഴിയണ്ടെന്ന് വിചാരിക്കണു. നിങ്ങൾക്ക് എങ്ങനെയും ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഞാൻ തരുന്ന പ്രൈസിൻ്റെ മുകളിൽ നിങ്ങൾ വെയിറ്റ് തന്നെ വേണം. നിങ്ങൾക്ക് ആകെ 1 മിനിറ്റാണ് ഒരു ബയേഴ്സ് ക്ലോസിങ്ങിന് വേണ്ട, വേറൊരു മിനിറ്റ് സെല്ലേഴ്സ് ക്ലോസിങ്ങിന് വേണം, അടുത്ത മിനിറ്റിൽ ലിമിറ്റിൽ കയറണം. ഇപ്പോൾ 3 മിനിറ്റ് കൊണ്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. 3 മിനിറ്റിൽ നിങ്ങൾക്ക് ക്ഷമയില്ലെങ്കിൽ, 3 മിനിറ്റിന് വേണ്ടിയിട്ടുള്ള ക്ഷമയില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. നിങ്ങൾക്ക് വേറെ എക്സ്പേർട്ടുകളുടെ അടുത്തേക്കൊക്കെ പോകാവുന്നതാണ്. നിങ്ങൾ ട്രേഡിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം ഇത്രയും ക്ഷമയൊക്കെ നിങ്ങൾക്ക് വേണം. അവിടെ കാര്യം നടക്കില്ല. നമുക്ക് SL വന്ന ഭാഗം കൂടി ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കിത് ഡയറക്റ്റ് SL ആണ്. ഈ ഡയറക്റ്റ് SL വന്നു, ഇതിനും ഒരു കഥയുണ്ട്. അതായത് നമുക്ക് ഇതേ പ്രൈസ് തന്നെയാണ്, 176.75 പ്രൈസ്. അവിടെ നിന്ന് സംഭവിച്ചു ബൈയേഴ്സ് ലോസ് ചെയ്തു, ഇവിടെ ബൈയേഴ്സ് ലോസ് ചെയ്തു, പിന്നെയും ബൈയേഴ്സ് ലോസ് ചെയ്തു, പിന്നെയും ബൈയേഴ്സ് ലോസ് ചെയ്തു. ഞാൻ വേറെ ലെവലും കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പറയണില്ലേ. ഇപ്പോൾ 3 ബൈയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റേഷ്യോ വന്നു. നമുക്ക് റെഡ് ക്യാനിൽ വന്ന ട്രേഡ് എടുക്കാം. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. റെഡ് ക്യാനിൽ വന്ന ട്രേഡ് എടുക്കാം. ഇവിടെ റെഡ് ക്യാനിൽ നമ്മൾ ചാടി കയറി എടുത്താൽ ഇവിടുന്ന് നിങ്ങൾക്ക് SL പോകും. നിങ്ങൾ ചാടി കയറി എടുക്കുന്ന പ്രൈസ് ഏതാണ്? 186.20. നമ്മുടെ ലിമിറ്റ് 176, 10 പോയിന്റ് വ്യത്യാസമില്ല അവിടെ തന്നെ. അത് ലിമിറ്റിൽ വെറുതെ വന്നാൽ വരെ നിങ്ങളുടെ SL പോകും. അപ്പോൾ അതിൻ്റെ പകരം മാക്സിമം ഒരു 5 മിനിറ്റ് ലിമിറ്റിൽ വന്ന് എടുത്തോളാണ് ഞാൻ പറയാറ്. ഇപ്പം ഇങ്ങനത്തെ വലിയ ക്ലോസിംഗ് ഒക്കെ വന്നു. അപ്പോൾ ഈ ക്ലോസിംഗ് വന്ന ശേഷം അടുത്ത 5 ക്യാൻഡിലിൽ ലിമിറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം. ലിമിറ്റിലോ ഡിമാൻഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം. ഒരു 3 രൂപ വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് അങ്ങനെ എടുത്ത ട്രേഡാണ്. ഇത് അങ്ങനെ കിട്ടിയ ട്രേഡാണ്. ലിമിറ്റിൽ നിന്ന് SL കറക്റ്റ് സ്വൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ട്രേഡ് കിട്ടിയാണ്, ഫുൾ ടാർഗറ്റിംഗ് പോയ ട്രേഡ് കിട്ടിയാണ്. പിന്നെ വേറെ പ്രൈസിൽ ഇതേ കണ്ടീഷൻ തന്നെയാണ്. ഇവിടെ സിനാരിയോ വേറെ വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു ബൈയേഴ്സ് ക്ലോസിംഗ് വന്നിട്ടുള്ളൂ, അടുത്ത സെല്ലേഴ്സ് ക്യാൻഡിൽ വന്നു. 3ാമത്തെ ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാം. 3ാമത്തെ ക്യാൻഡിലിൽ നല്ലതായിട്ട് എൻട്രി ഇനി അങ്ങനെ ഇട്ടിരിക്കരുത്. 3ാമത്തെ ക്യാൻഡിൽ ലിമിറ്റിൽ വന്ന് നമുക്ക് ഡയറക്റ്റ് എൻട്രി ചെയ്യുന്നത് മാത്രം. ഇവിടെ 3ാമത്തെ ക്യാൻഡിൽ ഇപ്പോൾ ഈ SL അടിച്ച സൈഡ് നോക്കിക്കോ. ഈ SL അടിച്ച സൈഡിൽ 3ാമത്തെ ക്യാൻഡിലല്ല ലിമിറ്റിൽ വന്നത്. നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ട് 4ാമത്തെ 5ാമത്തെ ക്യാൻഡിലാണ് ലിമിറ്റിൽ വന്നത്.
അപ്പോൾ ഓരോ ട്രേഡിനും അതിൻ്റേതായ ടൈം നിങ്ങൾ കൊടുക്കണം, ക്ഷമ വേണം, നിങ്ങൾക്ക് പേഷ്യൻസ് ഉണ്ടായേ പറ്റൂ ഇതിൻ്റെ ഉള്ളിൽ. എന്നാലാണ് പ്രോഫിറ്റിക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ മുകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ SL ഇടേണ്ട കൂടി വരും. നിങ്ങൾ 10 പോയിന്റ് 5 പോയിന്റ് മുകളിൽ എടുത്തിട്ട് ലിമിറ്റിൽ പോയിട്ട് SL ഇട്ട് 10 പോയിന്റ് എനിക്ക് SL അടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കറക്റ്റ് റൂൾസ് അല്ല ഫോളോ ചെയ്യണത്. അതാണ് അതിൻ്റെ ഉള്ളൊരു പ്രോബ്ലം. നിങ്ങൾക്ക് കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോ ചിലപ്പോൾ സജഷൻ ചെയ്തിട്ട് കുറേ ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ കയറി ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക കേട്ടോ. വെറുതെ വന്നിട്ട് ട്രേഡ് എടുത്തിട്ട് SL അടുപ്പിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ കയ്യത്തെ കാശ് തന്നെയാണ് പോണത്. ഞാനിവിടെ എത്രത്തോളം നന്നായിട്ട് പറഞ്ഞു ശ്രമിച്ചാലും നിങ്ങളുടെ കയ്യിൽ തന്നെ കാശാണ് പോണത്, മനസ്സിലായാലും. നിങ്ങൾ നമ്മുടെ രീതിക്ക് വന്നിട്ട് ട്രേഡ് എടുത്താലേ പറ്റുള്ളൂ. ട്രെൻഡിങ് മാർക്കറ്റിൽ ഓക്കെയാണ്, നിങ്ങൾ എവിടെ നിന്ന് എടുത്താലും സാധനം നല്ല രീതിക്ക് കയറിപ്പോവും. പിന്നെ SL കൊടുക്കാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, അത് ഞാനിവിടെ പറയണില്ല. SL കൊടുക്കാണ്ടെന്ന് ട്രേഡിൽ അവരുടെ ക്യാപിറ്റലിൽ പോകുമ്പോൾ ഇത് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡിങ് എന്ന് പറഞ്ഞ സെറ്റപ്പ് കുറേ ക്യാഷ് പോയാലാണ് കുറേ ക്യാഷ് കിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഉള്ളതൊരു തിയറി. മാർക്കറ്റ് കുറേ ക്യാഷ് നിങ്ങളുടെ തിന്നും, പിന്നെയാണ് മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു 6 മാസം നിങ്ങൾ കൺട്രോളിലായിരിക്കും. ഒരു ലോഡിലോ 2 ലോഡിലൊക്കെ ചെയ്ത് നിങ്ങൾ പ്രോഫിറ്റൊക്കെ എടുക്കും. പിന്നെ അങ്ങോട്ട് ഗ്രീഡ് ചെയ്ത് തുടങ്ങും, ലോട്ട് കൂട്ടും, SL വെക്കില്ല. പഠിച്ചിട്ടുണ്ടാവും കേട്ടോ, ഇതൊക്കെ കറക്റ്റായിട്ട് SL ഒക്കെ വയ്ക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ഗ്രീഡി എന്ന് പറഞ്ഞ സാധനം കയറി വരും. കയറി വരണോട് തെറ്റില്ല, അത് വന്ന സ്ഥലം തെറ്റാണെന്നുണ്ടെങ്കിൽ, ഒരു സൈഡ് വേസിലൊക്കെ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള മൈൻഡ് കൺട്രോളൊക്കെ പോകും. നിങ്ങൾ ഓവർ ട്രേഡൊക്കെ ഇഷ്ടം പോലെ ചെയ്യും, ക്യാപിറ്റലൊക്കെ പോകും. നിങ്ങൾ എത്ര പ്രൊഫഷണൽ ട്രേഡറാന്ന് പറഞ്ഞാലും നിങ്ങളൊക്കെ രക്ഷിക്കണ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ട്രേഡിങ്ങിൽ നിങ്ങൾ എൻ്റെ ഒപ്പം ജോയിൻ ചെയ്തിട്ട് നിങ്ങളെ സേവ് ചെയ്യണ കാര്യം എന്ന് പറഞ്ഞാൽ SL മാത്രമാണ്, മനസ്സിലായില്ലേ. നിങ്ങൾ പ്രോപ്പറായിട്ട് SL ഇടുക. SL ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ട്രേഡിൽ നിന്നും സേവ് ആകാൻ പറ്റും. ഏത് മോശം ട്രേഡിൽ നിന്നാണെങ്കിലും നല്ല പ്രോഫിറ്റ് പോവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ SL തന്നെ പ്രൊട്ടക്ട് ചെയ്തോളൂ അവിടെ. ഇപ്പം ഇന്നത്തെ ടോട്ടൽ 3 ട്രേഡ് ഇതാണ് ഫ്രീ ഗ്രൂപ്പിലത്തെ. നമുക്ക് ആകെ കിട്ടിയ 2 ഫുൾ ടാർഗറ്റ് ഇതാണ് കേട്ടോ. അന്നത്തെ ഒരു SL അടിച്ചിട്ടുണ്ടായിരുന്നു ഫ്രീ ഗ്രൂപ്പിൽ. ഫസ്റ്റ് ട്രേഡ് തന്നെ SL ആയിരുന്നു, രണ്ടാമത്തെ ട്രേഡും ഫുൾ ടാർഗറ്റ്, മൂന്നാമത്തെ ട്രേഡും ഫുൾ ടാർഗറ്റ്. ഇതിലിപ്പോൾ എവിടെ നിന്നെങ്കിലൊക്കെ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ഒരു ഓൾ ടോട്ടൽ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ട്രേഡ് എടുക്കണം എന്നുള്ളതാണ് കൺസെപ്റ്റ്. ലിമിറ്റിൽ തന്നെ എടുക്കണം എന്നല്ല, നിങ്ങൾ ഒന്ന് നോക്കുക. കുറേ ട്രേഡുകൾ ഇഗ്നോർ ചെയ്താലാണ് നല്ല ട്രേഡുകൾ കിട്ടുള്ളൂ. ചാടി പോണ വണ്ടിയിൽ ഓടി പോയിട്ട് കാര്യമില്ല. ക്യാൻഡിൽസ് ചാടി പോകുന്നുണ്ടാവും എന്ന് വെച്ചിട്ട് അതിൻ്റെ മേലെ പോയിട്ട് കാര്യമില്ല. അത് ഒറ്റ ക്യാൻഡിൽ തന്നെ നിങ്ങളുടെ SL എടുക്കും. അതിൻ്റെ പവർ പോയിന്റ് എവിടെയാണ് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. പവർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഞാൻ തരുന്ന പ്രൈസിലാണ് എൻ്റെ പവർ പോയിന്റ്. അവിടെ നിങ്ങൾ എക്സാക്റ്റ് ട്രേഡ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ പോവും, അല്ലെങ്കിൽ അതിൽ ലോസ് വരും, അങ്ങനെയും പറയാം. ആ ട്രേഡ് ലോസ് ആവും. നിങ്ങൾ SL ഇട്ടിട്ടില്ലെങ്കിൽ നല്ല ലോസ് ആവും. മനസ്സിലാക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നന്നിട്ട് മനസ്സിലാക്കി ട്രേഡ് ചെയ്യുക. ഇതിലൊക്കെ ഞാൻ പിന്നെയും പറയാം, ഇതിൽ പാഷനേറ്റ് ആയിട്ട് നിന്നാലാണ് നമുക്ക് പ്രോഫിറ്റ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. ബിസിനസ്സായിട്ട് കണ്ടാലും പാഷനേറ്റ് ആയിട്ട് കണ്ടാലും പ്രോഫിറ്റ് എടുക്കുക. വെറുതെ എത്തി നോക്കി പോകുന്ന ആൾക്കാർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ട്രേഡിങ്ങേ വെറുക്കും, അങ്ങനത്തെ ലെവലിലേക്ക് കാര്യങ്ങൾ പോകും. ഇന്നത്തെ നിഫ്റ്റി ലെവൽസ് ഇതാണ്. ടോട്ടൽ രാവിലെ അതിനൊരു മൊമെൻറ്റം വന്നത് ഇതൊരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ, അതൊന്നുമില്ല. നിങ്ങൾ ഈ ലെവൽസ് നോക്കിയാൽ മതി. ടോട്ടൽ നിഫ്റ്റി നിൽക്കുന്നത് ഒരു കൺസോൾട്ടേഷനിലാണ്, റെസിസ്റ്റൻസിക്കും ഇല്ല സപ്പോർട്ടിക്കും ഇല്ല. ഇനി തിങ്കളാഴ്ച നോക്കിയാൽ മതി എന്നാണ് പറയണത് നിഫ്റ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അടുത്ത് പറയാനുള്ളത്. നമുക്ക് അതിന് മാത്രമുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഒന്നും മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. രാവിലത്തെ സെഷനിൽ മാത്രമായിരുന്നു നല്ലതുണ്ടായിരുന്നത്. മാർക്കറ്റ് മൂവ് ചെയ്താലാണ് നമുക്കും പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ആരെങ്കിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കി തുടങ്ങാൻ പറ്റുള്ളൂ. മാർക്കറ്റ് മൂവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാവുന്നതാണ് മാർക്കറ്റ് സെക്ഷനൊക്കെ കേട്ടോ. അതിപ്പോൾ ഏത് ദിവസമാണെങ്കിലും ശരി അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്, നിങ്ങൾക്കൊരു പ്രോഫിറ്റ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. അതായത് നമ്മുടെ എപ്പോൾ നോക്കിയാലും പോയിട്ട് കഴിഞ്ഞാൽ ഈ ലോസിൻ്റെ അത്ര തന്നെ ആൾക്കാർ പ്രോഫിറ്റിലുണ്ടാവും. ചിലത് എനിക്കറിയാം ലോസ് തന്നെ ആയിരിക്കും, അപ്പോൾ എല്ലാവരും ലോസ് തന്നെ ഉള്ളൂ എനിക്കറിയാം. എന്നാലും നല്ല പ്രോഫിറ്റുള്ള ദിവസമാണെങ്കിലും ഈ വോട്ടിങ്ങിൽ ലോസ് ഉള്ള ആൾക്കാരുണ്ടാവും. അതെങ്ങനെയാണ് സംഭവിക്കണമെന്ന് വെച്ചാൽ അത് ഇങ്ങനെ ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. എൻ്റെ ഒരു കൺസെപ്റ്റിൽ അങ്ങനെ ആവാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ. അല്ലാണ്ടൊന്നും ലോസ് തരാൻ വകുപ്പില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നൊരു ലോസ് വന്നാൽ കൂടിയും ബാക്കി 3 ട്രേഡ് പ്രോഫിറ്റാണ്. സീസഡിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ആ ട്രേഡ് മാത്രമല്ല സീസഡിക്ക് ഒരു 10-15 പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരു 1:1 മുകളിലൊക്കെ പ്രോഫിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു 15 പോയിന്റൊക്കെ പ്രോഫിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഒക്കെ ഇടുക. ഒരു ലോട്ട് എടുക്കണം, അങ്ങനെ കോസ്റ്റ് ഒക്കെ ഇടുക. നിങ്ങളുടെ ക്യാപിറ്റലാണ്, പിന്നെയും പറയാം, നിങ്ങളുടെ ക്യാപിറ്റലാണ്. അത് വാനിഷ് ആവാണ്ടിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. പ്രോഫിറ്റ് വരണ നേരത്ത് പ്രോഫിറ്റ് വന്നു എന്നുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ കോസ്റ്റ് എടുത്തിട്ട് നല്ല പ്രോഫിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഇടുക. ഒരു ലോട്ട് എടുക്കുന്ന ആൾക്കാർ, 2 ലോട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ 15 പോയിന്റ് പോകുമ്പോൾ ഒരു ലോണിന് വിൽക്കുക, ഒരു ലോണിന് SL വെക്കുക. കോസ്റ്റ് ഇടണ്ട അവിടെ.
2 ലോട്ട് എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കൂടുതൽ ലോട്ട് എടുക്കുന്ന ആൾക്കാർ പകുതി പോയിന്റ് പോകണ നേരത്ത്, പകുതി പോയിന്റ് എന്ന് പറഞ്ഞാൽ 15 പോയിന്റ് ഒക്കെ പോകണ നേരത്ത്, 15 പകുതി അല്ല കേട്ടോ, നാളെ 50 പോയിന്റ് ടാർഗറ്റ്, 15 പോയിന്റ് പോകണ നേരത്ത് ഈ പകുതി ലോട്ടിനെ വിൽക്കുക, ബാക്കി പകുതി ലോട്ടിനെ SL തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ചെയ്യുക. ഇനിയും ട്രേഡിങ്ങിൽ പുതുതായിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, നമുക്ക് പരമാവധി നോക്കുക, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ട്രേഡിങ് വളരെ ഈസിയാണ്, നിങ്ങൾ നന്നായിട്ട് ചെയ്താലേ നമുക്ക് ഈസി ആവുള്ളൂ. ഞാൻ പറയണത് കേട്ടിട്ട് വളരെ ഈസി ആയിട്ടൊക്കെ നമുക്ക് തോന്നും, അത് വേറെ തോന്നലാണ്. ഞാൻ പറയുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയണതാണ്. നിങ്ങളത് ചെയ്ത് എക്സ്പീരിയൻസ് ആയാലാണ് നിങ്ങൾക്ക് ഈസി ആവുള്ളൂ. അതുവരെ ടഫ് തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ ആരും മറക്കണ്ട, ബിഗിനേഴ്സ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ട്രേഡർ എന്ന് കമൻറ്റ് ചെയ്തിട്ട് ഒരു ലൈക്ക് അടിക്കുക, DM വരിക, എന്നിട്ട് എൻ്റെ ടെലിഗ്രാമിൽ DM ചെയ്യുക. ഞാൻ ആ വീഡിയോ ഫ്രീ ആയിട്ടുള്ള വീഡിയോ ആണ്, എല്ലാവർക്കും ഉപകാരപ്പെടും. നിങ്ങൾ ട്രേഡിങ്ങിൽ പാഷനായിട്ടായിട്ട് അല്ലെങ്കിൽ ബിസിനസ് രീതിയിൽ അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം എന്നല്ല, ഒരു നല്ലൊരു ഇൻകം. പാസീവ് ഇൻകം എന്ന് പറഞ്ഞ വാക്കില്ല കേട്ടോ ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ, പാസീവ് ഇൻകം ഒന്നല്ല. ഇതിൽ നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റാത്ത അത്രയും ഇൻകം വരും. റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ട്രേഡിങ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യണമെന്ന് മാത്രം. എത്ര റവന്യൂ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ചാണ്. ക്യാപിറ്റൽ കൂടി വരുന്നതനുസരിച്ച് റവന്യൂ കൂടി വരും. ഒരു മാസം ചിലപ്പോൾ 10 ലക്ഷം ഉണ്ടാക്കാൻ പറ്റും, ചിലപ്പോൾ 10,000 രൂപ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ ഒരു വട്ടം 10 ലക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പിന്നെ അതിന് 20, 30, 40 ഒക്കെ ആക്കാൻ പറ്റും. അത്രയും വലിയ സാധ്യതയുള്ള ഒരു മാർക്കറ്റിലാണ് നിങ്ങൾ പാസീവ് ഇൻകം തപ്പിയിട്ട് നടക്കുന്നത്. എനിക്ക് 1000 രൂപ കിട്ടിയാൽ മതി, 500 രൂപ കിട്ടിയാൽ മതി പറഞ്ഞ് നടക്കുന്ന അത്രയും പൊട്ടൻഷ്യലുള്ള മാർക്കറ്റാണ്. റവന്യൂ നമ്മൾക്ക് ബിഗ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ റിസ്ക് നിങ്ങൾ കുറയ്ക്കണം. അതിന് അത്രയും നന്നായിട്ടൊരു പഠിത്തം, അതിനെ ഒന്ന് പഠിക്കണം, നല്ല സ്റ്റഡി വേണം, നിങ്ങളുടെ അടിപൊളി ഒരു മെത്തേഡ് വേണം. നിങ്ങൾക്ക് ഇതാണ് അടിപൊളി മെത്തേഡ്, ഞാൻ ചെയ്യുന്നതാണ് അടിപൊളി മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാമല്ലോ. ഇഷ്ടം പോലെ യൂട്യൂബേഴ്സ് ഉണ്ട് പുറത്ത്, യൂട്യൂബിൽ ഇഷ്ടം പോലെ യൂട്യൂബേഴ്സാണ് ട്രേഡിങ് പഠിപ്പിക്കാനും ലൈവ് ഇടാനും ഒക്കെ ആയിട്ടുള്ളത്. എവിടെ നിന്നാണ് എക്സാക്റ്റ് പോയിന്റ് കിട്ടിയിട്ട് ഒരു പ്രോഫിറ്റിക്ക് പോണത്? ഞാൻ പറഞ്ഞത് എപ്പോഴും പ്രോഫിറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ തോന്നാം, നിങ്ങളിപ്പോൾ എടുക്കുന്നത് തെറ്റിയിട്ട് നിങ്ങൾ ലോസിലൊക്കെ പോവാം, അതവിടെ നിന്നോട്ടെ, അതല്ല പറയണത്. ഇപ്പോൾ ഒരു ചാനൽ കണ്ട് അതിൽ നമ്മളൊരു എൻട്രി നോക്കി, ഇവൻ ഫസ്റ്റ് നമുക്ക് തരുന്നുണ്ട്, നമുക്ക് പ്രോഫിറ്റ് കാണാനുണ്ട്, മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, നമുക്ക് പ്രോഫിറ്റ് വരുന്നുണ്ട്. അങ്ങനത്തെ ലെവലുള്ള ആൾക്കാർ എന്നെ പോലെ കുറേ ആൾക്കാരുണ്ടാവാം, എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. അപ്പം അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് പഠിക്കുക. എപ്പോഴും മാർക്കറ്റ് കഴിഞ്ഞിട്ട് മാർക്കറ്റിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ ഈ ബിറ്റ്കോയിൻ്റെ ചാർട്ടാണ് എടുത്ത് വെച്ചാണ്. ഇതിപ്പോൾ ഇവിടെ നിൽക്കണ നേരത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതെങ്ങോട്ടാ ക്യാനിൽ പോകണമെന്ന്? അവിടുത്തെ ഒരു ഗസ്സാണ് കേട്ടോ. ഇവിടെ നിൽക്കണ നേരത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ക്യാനിൽ എങ്ങോട്ടാ പോകണമെന്ന്? അത് നിങ്ങളെ കൊണ്ടൊന്നല്ല, ആരെ കൊണ്ടും പറ്റില്ല. നമുക്ക് മിനിമം ഒരു 10 പോയിന്റ് ബിറ്റ്കോയിനിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ അത്രയും പഠിച്ചിരിക്കണം കാര്യങ്ങൾ എന്താ മാർക്കറ്റിൽ ഓരോ ക്യാൻഡിൽ എന്ന് നടക്കണമെന്ന് മനസ്സിലായാലാണ് നിങ്ങൾക്ക് അത്ര ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബിറ്റ്കോയിൻ ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും. ബിറ്റ്കോയിനിൽ ഈസിയാണ്. അടുത്ത ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,05,950 മുകളിലൊക്കെ ഒരു ലെവലുണ്ട്, മനസ്സിലായാലേ? ഞാനിപ്പോൾ ഇങ്ങനെ എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്, മനസ്സിലായാലേ? 1,05,050 മുകളിലേക്ക് ബിറ്റ്കോയിനിൽ ഒരു ബുള്ളിഷ് മൂവ് പ്രതീക്ഷിക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ അടിയിലേക്ക് ആണെന്നുണ്ടെങ്കിൽ 1,04,400 അടിയിലേക്കൊക്കെ ഒരു കട്ട പൊളിഷും അല്ല, അവിടെ നിന്നൊക്കെ ഒരു ട്രേഡിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയാം. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകണമെന്ന് മാത്രം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക. അപ്പം അങ്ങനത്തെ ലെവലിലൊക്കെ നിങ്ങൾക്കും പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഇതിൽ എന്തെങ്കിലും പറയുന്നല്ല, നിങ്ങൾ ജസ്റ്റ് വരച്ച് വെച്ച് നോക്കിക്കോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ട്രേഡിംഗ് ഒക്കെ പഠിച്ചിട്ട് ചെയ്യും. തിങ്കളാഴ്ചയാണ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവിടെ നിർത്താം. നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലാണ് ഞാൻ ലെവൽസൊക്കെ മുൻകൂട്ടി ഇടുന്നത്. നിങ്ങൾക്ക് ഒരു സ്ട്രൈക്കിങ്ങിൽ അവിടെ കിട്ടും. ടെലിഗ്രാമിലാണ് എൻ്റെ മുമ്പേ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടും. അപ്പോൾ മാക്സിമം ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച കാണാം. ഓക്കെ, ബൈ.